ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ഗോൺ. നിങ്ങൾ പോയിട്ടുണ്ട്, യു ഹാവ് ഗോൺ. നമ്മൾ കണ്ടിട്ടുണ്ട്, വി ഹാവ് സീൻ. അവർ കളിച്ചിട്ടുണ്ട്, ദേ ഹാവ് പ്ലേഡ്. അതേസമയം ഒരാളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ഹാവ് എന്ന വാക്കല്ല, ഹാസ് എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഹി ഹാസ് ഗോൺ, അദ്ദേഹം പോയിട്ടുണ്ട്. ഷി ഹാസ് പ്രിപ്പയർഡ്, അവർ പാകം ചെയ്തിട്ടുണ്ട്. ഷി ഹാസ് പ്രിപ്പയർഡ് ബിരിയാണി, അവർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബ്രോക്കൺ, അത് പൊട്ടിച്ചിട്ടുണ്ട്. മൈ അങ്കിൾ ഹാസ് ഡ്രിവൺ എ കാർ, എൻ്റെ അങ്കിള് കാറ് ഓടിച്ചിട്ടുണ്ട്. ഇതെല്ലാം പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഞാൻ പോയിട്ട് ഇല്ല, ഞാൻ പോയിട്ടില്ല. അങ്ങനെ പറയും, ഐ ഹാവിൻറ്റ് ഗോൺ അല്ലെങ്കിൽ ഐ ഹാവ് നോട്ട് ഗോൺ. ഞാൻ പഠിച്ചിട്ടില്ല. ഐ ഹാവിൻറ്റ് ലേൺഡ്, നമ്മൾ കണ്ടിട്ടില്ല. ഐ ഹാവിൻറ്റ് മെറ്റ്. ഓക്കെ. അതേസമയം അദ്ദേഹം പോയിട്ടില്ല എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും? ഹി ഹാസിൻറ്റ് ഗോൺ, അദ്ദേഹം പോയിട്ടില്ല. ഓക്കെ. അവർ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. ഷി ഹാസിൻറ്റ് പ്രിപ്പയർഡ് ബിരിയാണി. ഓക്കെ. ഇതെല്ലാം നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇനി ചോദ്യമായിട്ട് പറയുമ്പോൾ പോയിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള വാക്കുകളുടെ പ്രയോഗമാണ്. അതായത് ഹാവ് യു ഗോൺ ടു ഊട്ടി, ഊട്ടിയിലോട്ട് പോയിട്ടുണ്ടോ? ഓക്കെ. ഹാവ് യു ടേക്കൺ എ ബാത്ത്, നിങ്ങൾ കുളിച്ചിട്ടുണ്ടോ? ഓക്കെ. ഹാവ് യു സീൻ, നമ്മൾ കണ്ടിട്ടുണ്ടോ? ഹാസ് ഹി ഗോൺ, ഹാസ് ഹി ഗോൺ, അദ്ദേഹം പോയിട്ടുണ്ടോ? ഓക്കെ. ഹാസ് ഇറ്റ് ഡ്രിവൺ എ കാർ, അത് കാർ ഓടിച്ചിട്ടുണ്ടോ? ഇനി നെഗറ്റീവായിട്ട് ചോദിക്കേണ്ടി വരില്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഹാവിൻറ്റ് യു ഗോൺ, നിങ്ങൾ പോയിട്ടില്ലേ? ഹാസിൻറ്റ് ഹി ഗോൺ, അദ്ദേഹം പോയിട്ടില്ലേ? ഓക്കെ. ഹു ഹാസ് ഗോൺ, ആരാ പോയിട്ടുള്ളത്? നിങ്ങൾ എന്താണ് വാങ്ങിയിട്ടുള്ളത്? വാട്ട് യു ഹാവ് ബോട്ട്, നിങ്ങൾ എപ്പോഴാണ് പോയിട്ടുള്ളത്? വെൻ യു ഹാവ് ഗോൺ, അദ്ദേഹം എപ്പോഴാണ് ഊട്ടിയിൽ പോയിട്ടുള്ളത്? വെൻ ഹി ഹാസ് ഗോൺ ടു ഊട്ടി, വെൻ ഹി ഹാസ് ഗോൺ ടു ഊട്ടി, അദ്ദേഹം എപ്പോഴാണ് ഊട്ടിയിലോട്ട് പോയിട്ട് ഉള്ളത്? നിങ്ങൾ എവിടെയാണ് പോയിട്ടുള്ളത്? വെർ യു ഹാവ് ഗോൺ, വേർ യു ഹാവ് ഗോൺ, നിങ്ങൾ എവിടെയാണ് പോയിട്ടുള്ളത്? നിങ്ങൾ ഏത് പേനയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? വിച്ച് പെൻ ഹാവ് യു യൂസ്ഡ്, നിങ്ങൾ ഏത് പേനയാണ് ഉപയോഗിച്ചിട്ട് ഉള്ളത്? നിങ്ങൾ എങ്ങനെയാണ് പോയിട്ടുള്ളത്? ഹൗ യു ഹാവ് ഗോൺ, നിങ്ങൾ എന്തേ പോയിട്ടില്ല, എന്തുകൊണ്ട് നിങ്ങൾ പോയിട്ടില്ല എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും? ഐ ഹാവിൻറ്റ് യു ഗോൺ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാസ് ഹാവ് ഹാഡിൻ്റെ മൂന്നാമത്തെ ഒരു ഉപയോഗമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടാം, ക്ലിയർ ചെയ്ത് തരാം. പോസിറ്റീവായിട്ടൊരു കാര്യം പറയുമ്പോൾ ഐ ഹാവ് ആസ്ക്ഡ്, യു ഹാവ് ഡ്രോൺ, വി ഹാവ് റിമെമ്പേർഡ്, ദേ ഹാവ് സ്പോക്കൺ. അതേസമയം ഒരാളെക്കുറിച്ച് പറയുന്നതെങ്കിൽ ഇങ്ങനെ പറയും? അവിടെ ഹാസ് എന്ന വാക്കാണ് ഉപയോഗിക്കല്ലേ? ഹി ഹാസ് ഡ്രിവൺ, ഷി ഹാസ് ടേക്കൺ, ഇറ്റ് ഹാസ് വോക്കൺ അപ്പ്, യുവർ ഫ്രണ്ട് ഹാസ് സ്റ്റാർട്ടഡ്. ഇതെല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. നെഗറ്റീവായിട്ട് പറയുമ്പോൾ നോക്കാം. നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഇവിടെ ഹാവിൻ്റെ, ഹാസിൻ്റെ അത്രയേ ഉള്ളൂ. ഇനി ചോദ്യമായിട്ട് പറയുമ്പോൾ എങ്ങനെ നോക്കാം? ചോദ്യമായിട്ട് പറയുമ്പോൾ ഹാവ് ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഹാവ് യു ഡ്രോൺ, നിങ്ങൾ വരച്ചിട്ടുണ്ടോ? ഹാവ് യു റിമെമ്പേർഡ്, നമ്മൾ ഓർത്തിട്ടുണ്ടോ? ഹാവ് ദ സ്പോക്കൺ, അവർ സംസാരിച്ചിട്ടുണ്ടോ? ഹാസ് ഹി ഡ്രിവൺ, അവർ ഓടിച്ചിട്ടുണ്ടോ? ഹാസ് ഷി ടേക്കൺ, അവർ എടുത്തിട്ടുണ്ടോ? ഹാസ് ഇറ്റ് വോക്കൺ അപ്പ്, അവർ ഉണർന്നിട്ടുണ്ടോ? ഹാസ് യുവർ ഫ്രണ്ട് സ്റ്റാർട്ടഡ്, നിങ്ങളുടെ ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, തുടങ്ങിയിട്ടുണ്ടോ? ഓക്കെ. നെഗറ്റീവായിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നോക്കാം? ഒന്നുമില്ല, ഹാവിൻ്റെ ഹാസിൻ്റെ ഫസ്റ്റ് പറയുക, അത്രയേ ഉള്ളൂ. കണ്ടോ? ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്. ഇത്രയും സിമ്പിളാണ്. ഓക്കെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ.
Bye. We shall meet next video if God graces. Thank you all.